കിഷ്കിന്ദ കാണ്ഡം സച്ച് ആൻ ഓവർ ഹൈപ്ഡ് മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ആസിഫ് അലിയുടെയും വിജയ് രാഘവന്റെ ഔട്ട് ഓഫ് ദ വേൾഡ് പെർഫോമൻസ് തന്നെയായിരുന്നു. പക്ഷെ അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരു വൗ ഫാക്ടർ ജനറേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സ്പെക്ടാക്കുലർ മൂവി മാഗ്നം മൂപ്പസ് എന്നൊന്നും പറയാനുള്ള എലമെന്റ്സ് ഒന്നും എനിക്ക് ഈ സിനിമയിൽ എവിടെയും കണ്ടില്ല. ചിലവർ പറയുന്നത് ദൃശ്യത്തിന്റെ മുകളിൽ നിൽക്കുന്ന സിനിമയാണ്, മെമ്മറീസിന്റെ മുകളിൽ നിൽക്കുകയാണ്, ട്വിസ്റ്റുകളിന്റെ ആറാട്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതും എനിക്ക് എവിടെയും തോന്നിയില്ല. അവസാനമൊക്കെ എത്തുമ്പോഴേക്ക് ഇത് എങ്ങോട്ടാണ് ലിങ്ക് ചെയ്തതെന്നൊക്കെ നമുക്ക് ഏകദേശം പ്രെഡിക്ട് ചെയ്യാൻ പറ്റുന്ന പോലെ തോന്നിയത്. അതായത് കുറെ കാഷ്വൽ ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ വലിയൊരു ട്രാജഡിയിൽ ചെന്നെത്തുക. അതാണ് ഈ സിനിമ പറഞ്ഞു പോകുന്നത്. നമുക്ക് വേണമെങ്കിൽ മൈ കപ്പ് ഓഫ് ടീ, നോട്ട് മൈ കപ്പ് ഓഫ് ടീ എന്നൊക്കെ പറയാൻ പറ്റുന്ന സിനിമ ഡെഫിനറ്റ്ലി നോട്ട് മൈ കപ്പ് ഓഫ് ടീ ആണ്. കാരണം ഈ ഹൈപ്പ് തന്നെയാണ്. ഈ ഹൈപ്പ് ഇല്ലാതെ ഞാൻ ചിലപ്പോൾ ഈ സിനിമ കാണാൻ പോയെന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും. ഇങ്ങനെ ഓരോന്ന് തള്ളി മറിച്ച് കഴിഞ്ഞ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ എക്സ്പെക്ടേഷൻസും ഹൈ ആവും. അപ്പൊ നമ്മൾ ഓവർ പ്രതീക്ഷിക്കും. അതൊന്നും കിട്ടിയില്ലെങ്കിൽ സിനിമ ഇഷ്ടപ്പെടാതെ തന്നെ ഇരിക്കുള്ളൂ. സോ ഒരു കംപ്ലീറ്റ്ലി പാക്ഡ് തിയേറ്റർ, ഒരു ജീവനില്ലാത്ത തിയേറ്റർ പോലെ ആയിരുന്നു ഞാൻ ഇന്നലെ കാണാൻ പോയത്. കാരണം ഈ ഹൈപ്പ് തന്നെയാണ്. പലരും പലതും പ്രതീക്ഷിച്ചിട്ടാണ് വരുന്നതായിരുന്നത്. അവസാനം ഒരു സിമ്മട്രിയിൽ ഇരുന്ന് സിനിമ കാണേണ്ട ഒരു അവസ്ഥയായിരുന്നു. സോ കാണാൻ പോണവര് ഗോ വിത്ത് ലെസ് എക്സ്പെക്ടേഷൻസ്. ഇവർ ഓരോന്ന് എഴുതി മറിക്കുന്ന കണ്ടിട്ട് പോകരുത്. ഡിസപ്പോയിന്റ്മെന്റ് തന്നെ ഉണ്ടാവുള്ളൂ. ഇപ്പൊ കുറെ എണ്ണം വന്ന് പറയുന്നുണ്ടാവും നിനക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടല്ല നീ നല്ല സിനിമയെ കുറ്റം പറയുന്നത്. അങ്ങനെ റീച്ച് കിട്ടാനാണെങ്കിൽ ഞാൻ എന്റെ വീട്ടിലേക്ക് അതുകൊണ്ടാണ് അരി മേടിക്കുന്നത് വെച്ചാൽ നോർത്ത് ഇന്ത്യ കാണുന്ന പോലെ പച്ചമുളക് മുളക് പൊടി കയറ്റിയിട്ട് തിന്നിട്ട് എനിക്ക് എന്നെ സഹായിക്കണേ, എനിക്ക് ഫെയിം തരണേ പറഞ്ഞിട്ട് ഞാൻ കെഞ്ചി ഉണ്ടാവും. അല്ലെങ്കിൽ ഞാൻ മറ്റേ വനിതാ വിരുന്നിന്റെ പോയിട്ട് ഇങ്ങനെ രണ്ട് കുലുക്കിണ്ടാവും. സോ എനിക്ക് ബേസിക്കലി ഈ സിനിമ ഒരു ഡിസപ്പോയിന്റ്മെന്റ് ആയിട്ട് തന്നെ തോന്നി. അതിന് കാരണം തന്നെയാണ് ഓവർ ഹൈപ്പ്. സോ ഗോ വിത്ത് ലെസ് എക്സ്പെക്ടേഷൻ. ബിജു മേനോൻ, നിഖില വിമൽ, മേത്തിൽ ദേവിക സ്റ്റാർ തിയേറ്റർ റിലീസ് ചെയ്ത ഏറ്റവും പുതിയ പടമാണ് കഥ ഇന്നു വരെ. സോ ഇത് കെയർ ഓഫ് കാഞ്ചരപ്പാലത്തിന്റെ ഒരു റീമേക്ക് ആണ്. ഇതിന്റെ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് ചെറിയൊരു സംശയം തോന്നിയിട്ടുണ്ട്, ഇത് ഇതിന്റെ റീമേക്ക് ആണോ. ഞാൻ ഗൂഗിളിൽ അടിച്ചു നോക്കിയപ്പോ ഇറ്റ്സ് നോട്ട് എ റീമേക്ക് വന്നിട്ടാണ് വന്ന്. തിയേറ്ററിൽ പോയിരുന്ന് കണ്ടോണ്ടിരിക്കുമ്പോൾ എവിടെയോ ഈ പടം കണ്ടിട്ടുണ്ടല്ലോ എന്ന് നോക്കുമ്പോൾ എന്താണ് ഇതിന്റെ റീമേക്ക് ആണ്. സോ നിങ്ങൾ ആ ഒറിജിനൽ വേർഷൻ കണ്ടിട്ടില്ലെങ്കിൽ ഈ സിനിമ നിങ്ങൾ എന്തായാലും പോയി കാണാം. കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഒറിജിനൽ വേർഷൻ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പോയി കണ്ടിട്ട് ഒരു കാര്യമില്ല എന്ന് പറയുള്ളൂ. കാരണം ഒറിജിനലിന്റെ 7 അയലത്ത് ഈ സിനിമ എത്തിയിട്ടില്ല. ബിജു മേനോനും നിഖില വിമലും മേത്തിൽ ദേവിക്കും നന്നായി പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ആ ഒറിജിനൽ വേർഷൻ അത്രയും ബ്യൂട്ടിഫുൾ ആണ്. നമുക്ക് അത്രയും ഒരു ഫീൽ തരുന്ന ഫീൽ ഗുഡ് മൂവിയാണ്. അതിന് തന്നെ തമിഴ് വേർഷൻ ഉണ്ട്, കെയർ ഓഫ് കാതൽ പറഞ്ഞിട്ട്. അത് നല്ലൊരു സിനിമയായിരുന്നു. കാസ്റ്റിംഗ് ഒക്കെ അടിപൊളിയായിരുന്നു. സോ ഈ 3 എണ്ണത്തിനും കൂടെ റാങ്ക് ചെയ്യാൻ പറഞ്ഞാൽ തേർഡ് പൊസിഷനെ എന്തായാലും മലയാള സിനിമയ്ക്ക് ഞാൻ കൊടുക്കുള്ളൂ. സോ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും പോയി കാണാൻ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിനിമയാണ്. സോ അതിലൊരു ട്വിസ്റ്റ് ഉണ്ട്. അതായത് ഒറിജിനൽ വേർഷൻ കാണാത്തവർക്ക് ആ ട്വിസ്റ്റ് ഭയങ്കര ഒരു ട്വിസ്റ്റ് ആയിട്ട് തോന്നുന്നു. എന്റെ അടുത്തിരിക്കുന്നവരൊക്കെ പറഞ്ഞു അയ്യോ കിടിലൻ ട്വിസ്റ്റ് എന്നൊക്കെ. സോ കണ്ടവർക്ക് എന്താ കഥ എന്നൊക്കെ അറിയാം. സോ കാണുമ്പോൾ ഗോ വിത്ത് ലീസ്റ്റ് എക്സ്പെക്ടേഷൻ. OTT പ്ലാറ്റ്ഫോംസിനോടാണ് പറയാനുള്ളത്. നിങ്ങൾ അവാർഡ് പടം ഇറക്കുകയാണെങ്കിൽ സൈഡിൽ അവാർഡ് എന്ന് കൊടുത്താൽ നമ്മൾ ആ മൈൻഡ് സെറ്റിൽ കാണായിരുന്നു, ഇല്ലെങ്കിൽ സ്കിപ്പ് അടിച്ച് പോയേനെ. ശിവകാർത്തികേയൻ പ്രസൻസ് കൊട്ടിക്കാളി സ്റ്റാറിങ് സൂര്യ ആൻഡ് അന്നാബെൻ എന്നൊക്കെ കണ്ടപ്പോ ഞാൻ കയറി അങ്ങോട്ട് കണ്ടു. 90 മിനിറ്റിന്റെ പടമാണ്. സിനിമ തുടങ്ങുന്ന സമയത്ത് ഒരു സ്ത്രീ അമ്പലത്തിൽ പോയി തിരിച്ചു വരുന്നുണ്ട്. ഇപ്പൊ അമ്പലം കാസർഗോഡ്, നമ്മുടെ വീട് തിരുവനന്തപുരമാണ് വെച്ചാൽ അവിടുന്ന് ഇവിടെ എത്തുന്നവരെ അതെന്നെ കാണിച്ചുകൊണ്ടിരിക്കും. 10 മിനിറ്റ് അവിടെ കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും ഇരുന്ന് കുളിക്കണു, മുടി ചെയ്യണു, അത് ഫുള്ളായി കണ്ടു. പിന്നെ എല്ലാവരും കൂടെ അമ്പലത്തിൽ പോകുന്നുണ്ട്. ചിലർ ഓട്ടോയിൽ പോകുന്നുണ്ട്, ചിലർ സ്പ്ലെൻഡർ ബൈക്കിൽ പോകുന്നുണ്ട്, ചിലവർ സ്കൂട്ടിയിൽ പോകുന്നുണ്ട്, ചിലർ MIT പോകുന്നുണ്ട്. ഇതന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു 45 മിനിറ്റ്. എനിക്ക് അറിയാണ്ട് ചോദിക്കുകയാണ്, ഇതെന്താ സ്പ്ലെൻഡർ ബൈക്കിന്റെ അഡ്വർടൈസ്മെന്റ് അല്ലെങ്കിൽ MITയുടെ അഡ്വർടൈസ്മെന്റാ? കമ്പനിക്കാർക്ക് പോലും ഇത്ര സ്നേഹം ഉണ്ടാവില്ലല്ലോ അണ്ണ. പിന്നെ അത് കഴിഞ്ഞിട്ട് അവരവിടെ എത്തി, അവിടുന്ന് തിരിച്ച് ഈ വണ്ടിയിൽ തന്നെ തിരിച്ചു വരുന്നു. പടം കഴിഞ്ഞു 90 മിനിറ്റ്. ഇതിലാണ് വെച്ച് നമ്മുടെ അന്നാബെന്നിന്റെ മുഖത്ത് ഒരേ ഒരു എക്സ്പ്രഷൻ ആണ്, മുഖത്ത് കടന്നൽ കുത്തിയ എക്സ്പ്രഷൻ. എനിക്ക് ശരിക്കും തോന്നുന്നു ശരിക്കും വല്ല കടന്നലിനെ കൊണ്ട് കുത്തിപ്പിച്ചിട്ടുണ്ടാവും. ഡയലോഗ് ഒന്നുമില്ല. പിന്നെ നമ്മുടെ സൂര്യനെ വെച്ചാൽ ആരോ കഴുത്ത് പിടിച്ച പോലെയാണ്. ഈ പാറപ്പുറത്ത് ചിരട്ടിട്ട് ഉറക്കില്ല, അതേ വോയിസ് മോഡുലേഷനിലാണ് ആൾ സംസാരിക്കുന്നത്. BGM പറയുന്ന സാധനം പോലും ഇല്ല. ആൾക്കാരുടെ മുഖം കാണിക്കുന്നേക്കാളും കൂടുതൽ കൈയും കാലൊക്കെയാണ് ഈ സിനിമ കാണിക്കുന്നത്. എന്റെ പൊന്നണ്ണ, ശിവകാർത്തികൻ പറഞ്ഞതാണ്, ഞാൻ കണ്ടതിൽ ഏറ്റവും മികച്ച സിനിമ കൊട്ടിക്കാളിയാണ് ഇത്ര. ഇപ്പൊ മനസ്സിലായാണ് എന്റെ സ്ക്രിപ്റ്റ് സെലക്ഷന്റെ കണം. സോ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ കണ്ടു നോക്കുക. ആമസോൺ പ്രൈമിൽ ഔട്ട്സൈഡ് ഇന്ത്യ റിലീസ് ആയിട്ടുണ്ട്. 90 മിനിറ്റിന്റെ പടമാണ്. അപ്പൊ ഈ 90 മിനിറ്റ് കൊണ്ട് നല്ലൊരു ഫുട്ബോൾ മാച്ച് കാണണോ ഈ സിനിമ കാണണോ എന്ന് ഒന്ന് ആലോചിച്ച് നോക്കാം. CID രാമചന്ദ്രൻ റിട്ടയർഡ് SI. സോ ഈ സിനിമയിൽ ഒരു നായികയുണ്ട്. ആൾക്ക് 20 വയസ്സുള്ള മകളുണ്ട്. 19 വയസ്സായ നായികയാണ്. അയമെ കാണുമ്പോൾ ആ നാട്ടിലുള്ള എല്ലാവർക്കും അട്രാക്ഷൻ ആണ്. ചെറിയ പിള്ളേർ തൊട്ടിട്ട് വയസ്സായ ആൾക്കാർക്ക് വരെ അട്രാക്ഷൻ ആണ്. ആ നാട്ടിലുള്ള പുറത്തുനിന്നുള്ള നാട്ടിലുള്ള ആൾക്കാർക്ക് വരെ അട്രാക്ഷൻ. എന്റെ പൊന്നെണ്ണ, അവിടെ വേറെ പെൺപിള്ളേരൊന്നും ഇല്ലേ? അപ്പൊ നമ്മുടെ ഡയറക്ടർ വന്നിട്ട് ആന്റി ലവറാണ്. സോ എന്തൊക്കെ കുറ്റം, ആ ഒരു കുറ്റം പറഞ്ഞാലും സിനിമ അത്യാവശ്യം നല്ലൊരു സിനിമയാണ്. സോ ഇതില് നമ്മുടെ കലാഭവൻ ഷാജോണാണ് മറ്റേ SI രാമചന്ദ്രൻ ആ റോൾ അഭിനയിക്കുന്നത്. ആള് നല്ല വൃത്തിക്ക് തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. സോ ആള് പോലീസിനോട് അത്രയും കമ്മിറ്റ്മെന്റ് ഉള്ള ഒരാളാണ്. പക്ഷെ റിട്ടയർ ആയ ശേഷം ആളൊരു പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി തുടങ്ങുകയാണ്, കേസ് അന്വേഷിക്കുന്നത്. അതായത് ഈ ആന്റിയുടെ മരണമാണ് അന്വേഷിക്കുന്നത്. അത്യാവശ്യം ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉള്ള വളരെ നല്ലൊരു സിനിമയാണ്. പക്ഷെ നിങ്ങൾ ഒരിക്കലും ദൃശ്യമോ പോർത്തോയിലൊക്കെ എക്സ്പെക്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ടാവുള്ളൂ. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. സോ കലാഭവൻ ഷാജോൺ ഇമോഷണൽ സീൻസ് ഒക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത് പക്ക തന്നെയാണ്. സോ കാണണമെങ്കിൽ മനോരമ മാക്സിൽ അവൈലബിൾ ആണ്.
വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതെ ഒരു കൊച്ചു പടം കാണുന്ന ഒരു മൈൻഡ് സെറ്റിൽ പോയി കാണാൻ ചിലപ്പോൾ ഇഷ്ടം. ഒരു കിഡിലും ഫീൽ ഗുഡ് മൂവി അല്ലെങ്കിൽ ഫീൽ ഗുഡ് കാ ബാപ്പ് എന്നൊക്കെ പറയാൻ ഒരു സിനിമ ഞാൻ കണ്ടു. 8 AM മെട്രോ എന്നാണ് സിനിമയുടെ പേര്. ഹിന്ദി സിനിമയാണ്, 2023 റിലീസ് ആയതാണ്. ഇതിലെ നായിക നമ്മുടെ സയാമി കെയർ ആണ്. ആ ഗൂമർ പറഞ്ഞ സിനിമയില്ലേ, മറ്റേ ക്രിക്കറ്റിന്റെ ഒക്കെ അതിലത്തെ നായിക. സോ ആളുടെ അനിയത്തി വന്നിട്ട് പ്രഗ്നന്റ് ആയിരിക്കുന്ന ഹോസ്പിറ്റലിൽ ഒറ്റയ്ക്കാണ്. സോ ആളെ വിളിക്കുകയാണ് എന്റെ ഒപ്പം വന്ന് നിൽക്കുമോ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആൾക്ക് എന്താണെന്ന് വെച്ചാൽ പണ്ട് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു ട്രോമ ഉണ്ടായിട്ട് അതുകൊണ്ട് ഒറ്റയ്ക്ക് ട്രെയിനിൽ പോകാൻ പേടിയാണ്. ആൾക്ക് വേറെ ഫാമിലി ഒക്കെ ഉണ്ട്, എന്നാലും വേറെ വഴിയൊന്നും ഇല്ലാത്ത സമയത്ത് ആൾ പോവാണ് ട്രെയിനിൽ ഒറ്റയ്ക്ക്. അപ്പൊ അവിടെ വെച്ചിട്ട് ആൾക്ക് പാനിക് അറ്റാക്ക് ഒക്കെ ഉണ്ടാവുന്നു. അപ്പൊ ഒരു സ്ട്രേഞ്ചർ ആയിട്ടുള്ള ഒരാൾ സഹായിക്കുന്നു. പിന്നെ ഇവര് തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പാണ്. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിനിമ ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ടിട്ടില്ല. കാരണം ഇവരൊക്കെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടല്ലോ, അത്രയും രസമാണ് നമുക്ക് കണ്ടിരിക്കുന്നത്. അതായത് ഫീൽ ഗുഡ് കാ ബാപ്പ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സിനിമ. ഞാൻ എങ്ങനെ ഈ പടം മിസ്സാക്കിയെന്ന് അറിയാത്ത നല്ല രസത്തിൽ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു 2 മണിക്കൂറിന്റെ സിനിമയാണ്. അവസാനം ക്ലൈമാക്സ് ഒക്കെ നമ്മൾ കുറച്ച് ഇമോഷണൽ സീൻസ് ഒക്കെ ഉണ്ടാവും. അയ്യോ, അത്രയും നമ്മളായിട്ട് കണക്ട് ചെയ്യും, നമുക്കൊക്കെ സങ്കടം വരും. എന്തിനിങ്ങനത്തെ ഒരു സിനിമ നമുക്ക് കണ്ടത് തോന്നുന്നു ആ ഒരു ക്ലൈമാക്സ് പോർഷൻ എത്തുമ്പോൾ. അത്രയും നല്ലൊരു സിനിമയാണ്. C5 അവൈലബിൾ ആണ്. സോ കാണാത്തവർ എനിക്ക് എന്തായാലും കാണാം, മസ്റ്റ് വാച്ച് ആണ്. തമിഴിൽ നിന്നൊരു ഹൊറർ സിനിമ OTT റിലീസ് ചെയ്യുന്നത്, പേച്ചി എന്നാണ് പേര്. സോ ഈ അരൺമന സീരീസും അതുപോലെ കോഞ്ചുറിങ് കണ്ണമ്മൻ പോലെ ഷിറ്റ്സ് ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് വളരെ നല്ലൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ബേസിക്കലി ഇതൊരു ഹൊറർ കോം അല്ല, ഒരു ഹൊറർ മൂവി തന്നെയാണ്. സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഇത് ഹൊറർ മൂഡിലോട്ട് പോവാണ്. അതായത് ഒരു കപ്പിള് അവർ ട്രക്കിങ്ങിന് പോവാണ്. പോണ സമയത്ത് മരം വെട്ടുമല്ലോ ഈ മറ്റേ ക്യാമ്പ് ഫയർ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി. അപ്പൊ ഒരു ആണി ഊരി വരും. അവിടുന്ന് ഒരു ബ്ലാക്ക് മാജിക് മോഡിലോട്ട് പോകും. പിന്നീട് വേറെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, അതായത് ട്രക്കിങ്ങിന് പോകണതും കഴപ്പ് മൂത്ത് പോകണതും തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ. അതായത് ഇന്നത് ചെയ്യാൻ പാടില്ല പറഞ്ഞാൽ ഞങ്ങൾ ഇന്നതേ ചെയ്യുള്ളൂ, അങ്ങനെ കഴപ്പ് മൂത്ത് പോകുന്ന ഒരു ഗ്യാങ് ആണ്. സോ അവർ ഫോറസ്റ്റിന്റെ ഉള്ളിൽ പോകും, ഇന്നത് ചെയ്യാൻ പാടില്ല പറഞ്ഞ് ചെയ്യും. പിന്നെ അവിടെ ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. സോ ഇതിൽ പഴയ കാലത്ത് ഒരു സ്റ്റോറി നറേഷൻ ഒക്കെ ഉണ്ട്, അതൊക്കെ അടിപൊളി തന്നെയായിരുന്നു. പക്ഷേ ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു നെഗറ്റീവ് ആയിട്ട് എനിക്ക് തോന്നിയത് കാസ്റ്റിംഗ് ആണ്. കൊടുത്ത ഒരെണ്ണം വൃത്തിക്ക് അഭിനയിച്ചിട്ടില്ല. ഗായത്രി ശങ്കറൊക്കെ ഈ സിനിമയിലുണ്ട്, വെറുപ്പിച്ച് കൊളാക്കി തന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് കണ്ടിരിക്കാം. ഈ അരൺമന അങ്ങനത്തെ സാധനങ്ങൾ പോലെ വെറുപ്പീരൊന്നല്ല, നല്ല രസത്തിൽ കണ്ടിരിക്കാവുന്ന ഒരു ആവറേജ് അല്ലെങ്കിൽ അതിന് തൊട്ട് മുകളിൽ നിൽക്കുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. കാസ്റ്റിംഗ് മാത്രമേ ഒരു പ്രശ്നമായി തോന്നിയുള്ളൂ. സോ പടം ഇപ്പൊ OTT റിലീസ് ചെയ്യുന്ന ആമസോൺ പ്രൈമിൽ അവൈലബിൾ. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ ഈ സിനിമ കാണരുത്. ഒരു വൃത്തികെട്ട ക്ലോസറ്റിലോട്ട് ബ്ലഡ് ഒഴുകി പോകണ അവിടെയാണ് സെക്ടർ 36 എന്ന് എഴുതി കാണിക്കുന്നത്. അത് മാത്രമല്ല, കൈയുടെ കഷ്ണം, കാലിന്റെ കഷ്ണം, അതേപോലെ തന്നെ മനുഷ്യന്റെ മാംസം തിന്നിനെ പറ്റിയിട്ടൊക്കെ ഇതൊക്കെ പറയുന്നുണ്ട്. സോ ലോലന്മാരാരും ഈ സിനിമ കാണരുത്. വിക്രാന്ത് മാസയുടെ പെർഫോമൻസിനെ പറ്റിയിട്ടാണ് ആദ്യം എടുത്ത് പറയുന്നത്. ഒരു സൈക്കോ ജയിലിൽ നിന്ന് പരോളിൽ വന്നിട്ട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ആൾ അഭിനയിച്ചിരിക്കുന്നത്. ഔട്ട് ഓഫ് ദ വേൾഡ് പെർഫോമൻസ് ആണ്. ഒരു ഇന്ററോഗേഷൻ സീൻ ഉണ്ട്, അതായത് ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിനെ കാണാനില്ല, പോലീസ് വന്നിട്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യും. ഇങ്ങനെ പറയുന്നത് ഞാൻ അവളെ അങ്ങോട്ട് കൊന്നു, എന്താ വെച്ചപ്പോ ഞാൻ സെക്സ് വേണം പറഞ്ഞപ്പോ അവള് പറഞ്ഞു നീ വേറെ ഒരു വേലക്കാരനാണ്, നിനക്ക് ഒരു റെസ്പെക്റ്റും ഇല്ല, എന്നിട്ട് എന്നെ ഡിസ്റെസ്പെക്ട് ചെയ്തു. അപ്പൊ ഞാൻ അവളെ അങ്ങോട്ട് കൊന്നിട്ട് കാര്യം സാധിച്ചു. അത് മാത്രമല്ല, ഈ തെളിവ് തപ്പിപ്പോകുമ്പോൾ ഇങ്ങേര് പറയും മാറി നിൽക്ക് സാറുമാരെ, നിങ്ങൾക്ക് കുഴിക്കാൻ അറിയില്ല, ഞാൻ കുഴിച്ചിട്ട് എടുത്തിട്ട് എല്ലാം എടുത്തു കൊടുക്കും. അതേപോലെ ഇങ്ങേര് വന്നിട്ട് ഖോൻ ബനേക ക്രോർപതി ആ ഷോയുടെ ഭയങ്കര ഫാനാണ്. ഇയാളെ ഇന്ററോഗേഷൻ വിളിക്കുമ്പോൾ ആള് പറയും സാറേ ഇന്ന് നല്ല കിടിലായിട്ട് ഒരു എപ്പിസോഡ് ഉള്ള, ഞാൻ നാളെ വരുമ്പോൾ പൊക്കോടയൊക്കെ മേടിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും തിന്നിട്ട് സുഖമായിരുന്ന് വർത്താനം പറയാണ്. പിന്നെ ആള് പറയുന്നുണ്ട് എനിക്ക് മനുഷ്യ മാംസം മാസത്തിൽ ഒരിക്കലെങ്കിലും കഴിച്ചില്ലെങ്കിൽ ഭയങ്കര ഒരു ഡിസ്റ്റർബൻസ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. സോ ഇതിൽ പോലീസ് വേഷം ചെയ്തത് ദീപക് ദൊബ്രയാൽ പറഞ്ഞ ആളും അടിപൊളി പെർഫോമൻസ് തന്നെയാണ്. പക്ഷെ ക്ലൈമാക്സ് ഒക്കെ അത്യാവശ്യം ഹോണ്ടിങ് ആണ്, കാണുമ്പോൾ എന്തോ പോലെ തോന്നും. സോ നിങ്ങൾക്ക് നല്ലൊരു പെർഫോമൻസ് ബേസ്ഡ് സിനിമ കാണണം വെച്ചാൽ ഈ സിനിമ എന്തായാലും കാണാം. അല്ലാതെ സ്റ്റോറി സ്ക്രിപ്റ്റ് ബേസ്ഡ് സിനിമ കാണണം വെച്ചാൽ ഇത് അത്ര എന്താ, ഈ സിനിമയിൽ സ്ക്രിപ്റ്റ് എന്തോ ലാക്ക് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നും. 2006 നോർത്ത് ഇന്ത്യയിൽ നടന്ന ഒരു ഇൻസിഡന്റിനെ പറ്റിയിട്ടാണ്, അതായത് റിയൽ ലൈഫ് ഇൻസിഡന്റിനെ പറ്റിയിട്ടാണ് ഈ സിനിമ കാണിക്കുന്നത്. പക്ഷെ എന്തോ ഒരു കുറവുള്ള പോലെ തോന്നും. പക്ഷെ പെർഫോമൻസ് അടിപൊളി തന്നെയാണ്. സോ അങ്ങനത്തെ സിനിമയുടെ ഫാനാണ് വെച്ച് നിങ്ങൾ എന്തായാലും കണ്ടു നോക്കാൻ. നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. ലോലന്മാരാണെങ്കിൽ ഇത് കാണാതിരിക്കുക.